കാട്ടാനാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട കുട്ടമ്പുഴ, ഉരുളൻതണ്ണി, ക്നാച്ചേരി മേഖലകളിൽ ട്രഞ്ച് നിർമ്മിക്കാനുള്ള നടപടികൾ ഇന്നും തുടരും. ആളുകൾ കൂടുതലായി കടന്നുപോകുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ട്രഞ്ചുകൾ നിർമ്മിക്കുക. പ്രദേശത്ത് ഫെൻസിംഗ് സ്ഥാപിക്കാനും തീരുമാനം എടുത്തിരുന്നു. എബിൻ ജോസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കുട്ടമ്പുഴയിൽ നിന്ന്. എബിൻ, നാട്ടുകാരുടെ ഏറെ നാളായുള്ള ആവശ്യത്തോട് വനംവകുപ്പ് മുഖം തിരിച്ചെങ്കിലും ഒരു മരണം വേണ്ടി വന്നു ചില നടപടികൾ ഉണ്ടാകാൻ. അത് കണ്ണിൽ പൊടിയിടുന്ന നടപടികളാകാതിരിക്കട്ടെ. എന്താണ് വനംവകുപ്പിന്റെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന ഈ കാട്ടാന ശല്യം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ, എബിൻ? ശ്രീജിത്ത്, ഈ കുട്ടമ്പുഴ പിണവൂർക്കുടി ഭാഗത്താണ് ട്രെഞ്ചിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ പ്രദേശം വന്ന് അതിൻ്റെ ട്രെഞ്ച് നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി അത് കൃത്യമായി തെളിച്ചിട്ടിട്ടുണ്ട്. ഇന്നേതായാലും 8:30-ആയി. ഈ ഭാഗത്ത് പണി ആരംഭിച്ചിട്ടില്ല. മറ്റു ഭാഗങ്ങളിൽ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്കിവിടുത്തെ ഒരു ജനപ്രതിനിധി തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും ആശ്വാസകരമായ നടപടിയല്ലേ? ഇന്നലെ തുടങ്ങിയത്, ഇന്നലെ മിനിഞ്ഞാന്നുള്ള കളക്ടറുടെ ചർച്ചയിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. തുടങ്ങി ഇന്നലെ തന്നെ. അത് ഇന്ന് കൂടി വന്ന് ഈ പണി പൂർത്തീകരിച്ചാലാണ് നമുക്ക് ആശ്വാസമാവുള്ളൂ. നിലവിൽ 2 വർഷം മുമ്പ് പറഞ്ഞ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണിത്. സന്തോഷം എന്ന് പറഞ്ഞ ഇവിടെയുള്ള തന്നെ ആൾ മരണപ്പെട്ടപ്പോൾ അന്ന് തന്നൊരു വാഗ്ദാനമായിരുന്നു ഞങ്ങൾക്ക്. അതിപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പോൾ എൽദോസ് മരിച്ചപ്പോഴാണ് ഈ പണി ആരംഭിക്കുന്നത്. അത് അന്ന് രാത്രി കളക്ടർ എന്ന ഉറപ്പിലാണ്. അത് ഇന്നലെ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതിൽ വിശ്വാസമായിരുന്നു. പക്ഷേ ഇന്ന് 8:30-ആയിട്ട് ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഈ കണ്ടിന്യൂ ചെയ്ത് ഈ പണി തീർത്ത് കഴിഞ്ഞാൽ മാത്രമാണ്, അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കാൻ വാച്ചർമാരെയും കൂടി ആളുകളുടെ എണ്ണം കൂടി കൂട്ടിയാൽ മാത്രമാണ് ഇത് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഫെൻസിങ്ങാണ്, ഇതിപ്പോൾ തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഇത് സംരക്ഷിക്കാൻ വാച്ചർമാർ വേണം. എങ്കിലും ഞങ്ങൾക്ക് ഈ ആനയുടെ, വന്യമൃഗത്തിൻ്റെ മരണം, ആളുകളെ കൊല്ലുന്നതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു സംരക്ഷണം നിലനിർത്തി കൊണ്ടുപോകണം. ഏതായാലും ഈ പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. കാരണം വർഷത്തിൽ 365 ദിവസവും ആന എത്തുന്ന സ്ഥലമാണ്, പ്രത്യേകിച്ച് കുട്ടമ്പുഴക്കാരുടെ ഈ മേഖലയെല്ലാം തന്നെ. നമുക്ക് ഇവിടുത്തെ ഈ വീട് സമീപവാസിയായ ചേച്ചിയോട് തന്നെ, ചേച്ചി ആന സ്ഥിരം വരുന്നല്ലേ, അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ? അതെ, സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് ഈ റോഡിനപ്പുറം. ചേച്ചിയുടെ വീടിൻ്റെ അതിനോട് ചേർന്നാണ് ഇപ്പം ഈ ട്രെഞ്ച് നിർമ്മിക്കുന്നത്. ഇവിടെ വന്നിങ്ങനെ കയറി പോകുന്ന പതിവാണല്ലോ? അതെ അതെ അതെ, വീട് വന്ന് മുറ്റത്ത് വരെ കയറിയിട്ടുണ്ട്, തെങ്ങൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഇപ്പം 10 ഇത് ഒരു ആശ്വാസമാണല്ലോ, ഇതൊരു ഭയങ്കര ആശ്വാസം. അത് ഉറങ്ങിയിട്ട് തന്നെ, ഉറക്കം തന്നെ ഞങ്ങൾക്കില്ല. അപ്പോൾ എൻ്റെ ഒരു നടക്കാൻ പാടില്ലാത്ത മോളാണ് എനിക്ക് കൂട്ടുള്ളത്. അപ്പോൾ ആന മുറ്റത്ത് കയറി വന്നപ്പം ഞാൻ കിടന്ന കാറി അവൾ പേടിച്ച് പനി കൂടി 104 ഡിഗ്രി പനിയായി കൊണ്ടിരുന്നപ്പം അങ്ങനെ പേടിച്ച് വിറച്ച് ജീവനെ പേടിച്ചാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ശരി, എബിൻ ജോസ് കുട്ടമ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കുട്ടമ്പുഴ, ഉരുളൻതണ്ണി, ക്നാച്ചേരി മേഖലകളിൽ ട്രഞ്ച് നിർമ്മിക്കാനുള്ള നടപടികൾ ഇന്നും തുടരുകയാണ്. കാട്ടാന ശല്യം പതിവായ ആ മേഖലയിൽ അടിയന്തരമായി ആ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയാണ്.